ഒരു മലയാളിയുടെ മനസ്സിൽ ചിങ്ങം എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ഓണം, പൂക്കളം, പുതിയ വസ്ത്രങ്ങൾ, ഓണക്കോടി, പായസം, അത്തപ്പൂക്കളം. പക്ഷേ ചിങ്ങം എന്നത് ഓണം മാത്രമല്ല, മലയാളിയുടെ കാർഷിക സംസ്കാരത്തോടും പ്രകൃതിയോടും ഐശ്വര്യത്തോടും പുതിയ പ്രതീക്ഷകളോടും ചേർത്തു നിൽക്കുന്ന ഒരു മാസമാണ് ചിങ്ങം. കർക്കിടകത്തിന്റെ മഴയും ദുരിതങ്ങളും പിന്നിട്ട് മലയാളി പ്രതീക്ഷയോടെ വരവേൽക്കുന്ന മാസം. അതുകൊണ്ട് തന്നെ ചിങ്ങം ഒന്നിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ് ചിങ്ങം ഒന്നിനെ ഇത്രയും പ്രാധാന്യത്തോടെ കാണുന്നത്? ചിങ്ങം ഒന്നിന് പിന്നിലെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ചിങ്ങം മലയാളിയുടെ പുതുവർഷാരംഭം എന്ന രീതിയിലും പറയപ്പെടുന്നത്? ചിങ്ങവും ഓണവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതെല്ലാം വിശദമായി അറിയാൻ ഈ വീഡിയോ കാണാം. മലയാള കലണ്ടറിലെ ആദ്യ മാസമാണ് ചിങ്ങം. കർക്കിടകം അവസാനിച്ച് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ചിങ്ങമാസം ആരംഭിക്കുന്നത്. സാധാരണയായി ഓഗസ്റ്റ് മാസത്തിലാണ് ചിങ്ങം ആരംഭിക്കുന്നത്. ചിങ്ങം ഒന്നാടെ മലയാളിയുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നത് പോലെയാണ് പരമ്പരാഗതമായി കരുതുന്നത്. അതുകൊണ്ടാണ് ചിങ്ങം ഒന്നിനെ പലരും മലയാളികളുടെ പുതുവർഷാരംഭമായി വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിൽ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിലെ പുതുവർഷം ജനുവരി 1. അതുപോലെ കേരളത്തിന്റെ പരമ്പരാഗത കാലഗണനകളിൽ വിവിധ പുതുവർഷ സങ്കല്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മലയാളി സംസ്കാരത്തിൽ ചിങ്ങം ഒന്നിന് പുതിയ തുടക്കം എന്ന പ്രത്യേക സാംസ്കാരിക അർത്ഥമുണ്ട്. പഴയകാല കേരളത്തിന്റെ ജീവിതം കൃഷിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരുന്നു. അന്നത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പുതിയ വർഷം എന്നത് കലണ്ടറിലെ ഒരു പുതിയ തീയതി മാത്രമായിരുന്നില്ല, അത് പുതിയ പ്രതീക്ഷകളുടെ തുടക്കമായിരുന്നു. ചിങ്ങമാസം എത്തുമ്പോൾ മഴക്കാലത്തിന്റെ കഠിനമായ ഘട്ടം പിന്നിട്ട് പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങും. നെൽപ്പാടങ്ങൾ പച്ച പിടിക്കും, പ്രകൃതി കൂടുതൽ മനോഹരമാകും, കർഷകർക്ക് പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചിങ്ങം സമൃദ്ധിയുടെയും വിളവിന്റെയും പ്രതീക്ഷയുടെയും മാസമായി മാറി. ചിങ്ങം വന്നാൽ ചിങ്ങപ്പുലരി വരും എന്ന രീതിയിലുള്ള പഴഞ്ചൊല്ലുകളും ഈ പ്രതീക്ഷയുടെ പ്രതിഫലനം കാണാം. ചിങ്ങത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ കർക്കിടകത്തെക്കുറിച്ചും പറയണം. കർക്കിടകം കേരളത്തിന്റെ മഴക്കാലവുമായി വളരെ അടുത്ത് ബന്ധമുള്ള മാസമാണ്. പഴയകാലത്ത് കർക്കിടകത്തിൽ പല കുടുംബങ്ങളും സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കർക്കിടകം അവസാനിച്ച് ചിങ്ങം എത്തുമ്പോൾ അതൊരു ആശ്വാസത്തിന്റെ കാലമായാണ് അനുഭവപ്പെട്ടിരുന്നത്. ഇരുണ്ട കാലത്തിന് ശേഷം വെളിച്ചം വരുന്നത് പോലെ, ദുരിതങ്ങൾക്ക് ശേഷം പ്രതീക്ഷ വരുന്നത് പോലെ ചിങ്ങം മലയാളിയുടെ മനസ്സിൽ ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീകമായി മാറി. ചിങ്ങമാസം എന്ന് കേൾക്കുമ്പോൾ ഓണം ഓർമ്മ വരാനുള്ള പ്രത്യേക കാരണം ഇതാണ്. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ ഓണം ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത്. മഹാബലി തമ്പുരാൻ കേരളം സന്ദർശിക്കാൻ എത്തുന്നുവെന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് ഓണാഘോഷം. മഹാബലിയുടെ വരവിനെ വരവേൽക്കാൻ വീടുകളുടെ മുറ്റത്ത് പൂക്കളം ഒരുക്കുന്നു, ഓണക്കോടി ധരിക്കുന്നു, ഓണസദ്യ ഒരുക്കുന്നു, കുടുംബങ്ങൾ ഒരുമിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിങ്ങം മലയാളിയുടെ ആഘോഷങ്ങളുടെ മാസം കൂടിയാണ്. എന്നാൽ ചിങ്ങം 1 തിരുവോണവും ഒരേ ദിവസമല്ല. ചിങ്ങം 1 മാസത്തിന്റെ തുടക്കം. അതിനുശേഷം അത്തം മുതൽ ഓണാഘോഷത്തിന്റെ ആവേശം ഉയരുകയും തിരുവോണത്തിൽ അത് പ്രധാന ആഘോഷത്തിലെത്തുകയും ചെയ്യുന്നു. ചിങ്ങമാസത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് അത്തപ്പൂക്കളം. അത്തം തുടങ്ങുന്നതോടെ പല വീടുകളിലും ദിവസേന പൂക്കളത്തിന്റെ വലിപ്പവും ഭംഗിയും വർദ്ധിക്കുന്നു. ഓരോ ദിവസവും പുതിയ പൂക്കൾ, പുതിയ രൂപങ്ങൾ, പുതിയ നിറങ്ങൾ. അങ്ങനെ 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം തിരുവോണം എത്തുന്നു. പൂക്കളം ഒരു അലങ്കാരം മാത്രമല്ല, ഒരുമയുടെയും കൂട്ടായ്മയുടെയും പ്രതീകം കൂടിയാണ്. കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് പൂക്കളം ശേഖരിക്കുകയും പൂക്കളം ഒരുക്കുകയും ചെയ്യുന്ന കാഴ്ച കേരളത്തിന്റെ കുടുംബ ബന്ധങ്ങളുടെയും കൂട്ടായ്മയുടെയും
മനോഹരമായ ഓർമ്മയാണ്. ചിങ്ങം 1 പലരും ക്ഷേത്ര ദർശനം നടത്തുന്നത് പതിവാണ്. ഒരു പുതിയ മാസം ആരംഭിക്കുമ്പോൾ ദൈവാനുഗ്രഹം തേടുക എന്നത് മലയാളികളുടെ പഴയൊരു ആചാരപരമായ രീതിയാണ്. വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുക, പ്രാർത്ഥിക്കുക, ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അനുഗ്രഹം തേടുക, ഇതെല്ലാം ചിങ്ങം 1 ഭാഗമായി പല കുടുംബങ്ങളും ഇന്ന് പിന്തുടരുന്നു. എന്നാൽ ഓരോ കുടുംബത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ആചാരങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് ഇവയെ പൊതുവായ സാംസ്കാരിക വിശ്വാസങ്ങളായാണ് കാണേണ്ടത്. ചിങ്ങം സമൃദ്ധിയുടെ മാസം എന്നൊരു വിശ്വാസവും കേരളത്തിൽ നിലനിൽക്കുന്നു. പുതിയ വസ്ത്രം വാങ്ങുക, വീട് വൃത്തിയാക്കുക, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക, കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുക, ഇങ്ങനെ ചിങ്ങം പുതിയ പ്രതീക്ഷകളുടെ കാലമായി പലരും കാണുന്നു. പഴയ കാലത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതമായതിനാൽ തന്നെ വിളവിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷ ചിങ്ങവുമായി ബന്ധപ്പെട്ടു. അതുകൊണ്ടാണ് ചിങ്ങം വന്നാൽ ഐശ്വര്യം വരും എന്നൊരു മനോഹരമായ സങ്കല്പം മലയാളികളുടെ മനസ്സിൽ രൂപപ്പെട്ടത്. ചിങ്ങം 1 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്ന പതിവുണ്ട്. കർഷകരുടെ അധ്വാനത്തെ ആദരിക്കാനും കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാനും ഈ ദിവസം പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ ഭക്ഷണത്തിന് പിന്നിൽ ആരുടെ അധ്വാനമാണുള്ളത് എന്ന ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണിത്. ഒരു പിടിയരി നമ്മുടെ അടുക്കളയിലേക്ക് എത്തുന്നതിനു പിന്നിൽ എന്തായിരിക്കും? മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. അതിനാൽ ചിങ്ങം ആഘോഷിക്കുമ്പോൾ കർഷകനെയും ഓർക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവുമായി ഏറ്റവും മനോഹരമായി ചേരുന്ന മാസങ്ങളിൽ ഒന്നാണ് ചിങ്ങം. പച്ചപ്പാർന്ന വയലുകൾ, തെങ്ങിൻ തോപ്പുകൾ, പൂക്കൾ, മഴയ്ക്ക് ശേഷമുള്ള ശുദ്ധമായ അന്തരീക്ഷം എല്ലാം ചേർന്ന് കേരളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ചിങ്ങം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ്. പ്രകൃതിയോടൊപ്പം ജീവിച്ചിരുന്ന ഒരു ജനതയുടെ ജീവിതത്തിൽ കാലാവസ്ഥയ്ക്കും കൃഷിക്കും എത്ര വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്നത്. ചിങ്ങം ഒരു മാസം മാത്രമല്ല, ഒരു മനോഭാവമാണ്. കഴിഞ്ഞ കാലത്തെ ബുദ്ധിമുട്ടുകൾ മറന്ന് പുതിയ പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാനുള്ള മനോഭാവം, കുടുംബത്തോടൊപ്പം ചേരാനുള്ള മനോഭാവം, കർഷകനെ ഓർക്കാനുള്ള മനോഭാവം, പ്രകൃതിയെ സ്നേഹിക്കാനുള്ള മനോഭാവം, നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള മനോഭാവം. അതുകൊണ്ടാണ് വർഷങ്ങൾ മാറിയാലും ചിങ്ങത്തിൻ്റെ പ്രസക്തി മലയാളിയുടെ മനസ്സിൽ കുറയാത്തത്. അങ്ങനെ മറ്റൊരു ചിങ്ങം കൂടി നമ്മളിലേക്ക് എത്തുകയാണ്. പുതിയ പ്രതീക്ഷകളുമായി, പുതിയ സ്വപ്നങ്ങളുമായി, പുതിയ സന്തോഷങ്ങളുമായി ചിങ്ങം 1 നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. നമ്മുടെ ആഘോഷങ്ങൾക്കൊപ്പം നമ്മുടെ മണ്ണിനെയും നമ്മുടെ കർഷകരെയും നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ സംസ്കാരത്തെയും മറക്കാതിരിക്കാം. എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു ചിങ്ങമാസം ആശംസിക്കുന്നു.